നമസ്കാരം. ഐമീഡിയയിലേക്ക് സ്വാഗതം. നാടിൻ്റെ സാമൂഹ്യ ഭദ്രതയ്ക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തന മേഖലയിലും സാംസ്കാരിക സേവന മേഖലയിലും പാലിറ്റീവ് കെയർ രംഗത്തും കായിക വിനോദ മേഖലകളിലും അനാഥർ, വൃദ്ധർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, തൊഴിൽ രഹിതർ തുടങ്ങി വിവിധ മേഖലകളിൽ ജാതി മത വർഗ വിവേചനമില്ലാതെ സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്മനത്തിനും പുരോഗതിക്കും വേണ്ടി പുനലാൽ കേന്ദ്രമാക്കി കെയർ ഹഗ് എന്ന ചാരിറ്റബിൾ അസോസിയേഷൻ തുടക്കം കുറിക്കുകയുണ്ടായി. പ്രസ്തുത പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം കെയർ ഹഗ് പ്രസിഡന്റ് ശ്രീ പി ബാബു അവറുകൾ ആയിരുന്നു. കെയർ ഹഗ് സെക്രട്ടറി ശ്രീ ജെറിൻ ഗിൽബർട്ട് ജി പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചു. കെയർ ഹഗിന്റെ ലക്ഷ്യം അവതരണം ശ്രീമതി ഷൈനി CB അവതരിപ്പിച്ചു. തുടർന്ന് ഉദ്ഘാടനം ശിലാസ്ഥാപന ചടങ്ങും അരുവിക്കര നിയോജക മണ്ഡല MLA അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ നിർവഹിച്ചു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ആദരിക്കുന്ന പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവും മിമിക്രി താരവും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും നിറസാന്നിധ്യവുമായ പ്രിയങ്കനായ ശ്രീ സന്തോഷ് ബാബു വെഞ്ഞാറമൂട്, ഈ സംഘടനയുടെ മറ്റ് ബഹുമാന്യരായ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ഈ സംഘടനയ്ക്ക് കരുത്ത് ഈ സായങ്കാലത്തേക്ക് അടുക്കുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, മനുഷ്യാവശ്യങ്ങൾ നിറവേറ്റാൻ ആരെല്ലാം മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു പരിശോധന ലോകത്താകെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് 21ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റുകളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ വകുപ്പുകളുണ്ട്. അതിനു പുറമെ ധാരാളം സന്നദ്ധ സാമൂഹിക സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഏത് സർക്കാരായിരുന്നാലും സർക്കാരുകളെ കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ജനങ്ങളുടെ സഹകരണമുള്ള സന്നദ്ധ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളും സജീവമായിട്ടുള്ള പങ്കുവഹിക്കണം. അപ്പോൾ മാത്രമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ സംജാതമാകും. അത്തരത്തിലുള്ള ധാരാളം സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും സാമൂഹ്യ ദർശനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരവരുടേതായിട്ടുള്ള പങ്കും സമൂഹത്തിൽ നിറവേറ്റുന്നുണ്ട്. കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അവരുടെ ലക്ഷ്യങ്ങളാണ്. എല്ലാ മേഖലയിലും സ്പർശിക്കത്തക്ക നിലയിൽ സർവതല സ്പർശിയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന ഒരു സംഘടനയായിട്ടാണ് അവരുടെ പ്രസംഗം, അവരുടെ റിപ്പോർട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. സാധാരണ നിലയിൽ ഓരോ സംഘടനയ്ക്കും ഒരു പ്രത്യേക ഏരിയ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലക്ഷ്യമായിരിക്കും അവർ മുന്നോട്ട് വയ്ക്കുക. ചിലർ ആർട്സ് ആയിരിക്കും, ചിലർ സ്പോർട്സ് ആയിരിക്കും, ചിലർ ഉള്ളി ജീവകാരുണ്യമായിരിക്കാം, ചിലർ കൃഷിയായിരിക്കാം, ചിലർ ചെറുകിട വ്യവസായമായിരിക്കാം, ചിലർ സ്ത്രീ ശാക്തീകരണമായിരിക്കാം, ചിലർ തൊഴിൽ മേഖലയെ കേന്ദ്രീകരിച്ചത്. സമൂഹത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന സർവതല സ്പർശിയായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആസ്ഥാന മന്ദിരത്തിന്റെ നെയിം ബോർഡ് സ്വിച്ച് ഓൺ കർമ്മവും സാമൂഹ്യ സേവന മേഖലയിൽ മികവ് പുലർത്തുന്ന സംഘടനകളെ ആദരിക്കലും കാട്ടാക്കട നിയോജക മണ്ഡല MLA ശ്രീ MR ബൈജു നിർവഹിച്ചു. ആദ്യം നമ്മൾ ഈ കാണാൻ വരുന്ന അല്ലെങ്കിൽ നേരിട്ട് കണ്ട കാര്യങ്ങൾ, വിഷയങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തിക സ്വരൂപണത്തിനടക്കം എത്തിച്ചേർന്ന ഒരിടം ഡെയിൽവ്യൂ ആണ്. അന്ന് മുതൽ അദ്ദേഹത്തെ കണ്ടു തുടങ്ങിയതാണ്. പുനലാൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഇന്ന് എവിടെ പോയാലും അറിയപ്പെടുന്നു. പുനലാൽ എന്ന് പറഞ്ഞാൽ ഡെയിൽവ്യൂ എന്നുള്ളതാണ് അതിന്റെ ഒരു വർത്തമാനം, അല്ലെ? ഏത് മേഖലയിലെടുത്ത് വെച്ചാൽ അത്രത്തോളം നമ്മുടെ പ്രദേശത്തെ പ്രശസ്തമാക്കിയ ഒരു, നമ്മളെ വിട്ട് കടന്നുപോയ ഒരു മഹാനായ മനുഷ്യന്റെ മണ്ണിൽ ചവിട്ടിരുന്നുകൊണ്ടാണ് നമ്മുടെ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. ബാബുണ്ണന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാനിവിടെ വിശദമായി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഈ സംരംഭത്തിന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന 9 പേരുണ്ട് ഡയറക്ടർ ബോർഡ്. അവരെല്ലാവരും ഒത്തുചേർന്നുള്ള പ്രവർത്തനത്തിന് അദ്ദേഹം പ്രസിഡന്റായി തുടക്കം കുറിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലൊരു പരിപാടി
സംഘടിപ്പിക്കുന്നത് ആദ്യമായിട്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്റെ അറിവിലില്ലാതെ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം എത്രയോ പേരെ സഹായിച്ചത് നേരിട്ട് എനിക്കറിയാം. എത്രയോ കിടപ്പ് രോഗികളെ സഹായിക്കുന്നു, വിദ്യാർത്ഥികളെ സഹായിക്കുന്നു, സാധാരണക്കാരായ ഏതെങ്കിലും പാവപ്പെട്ടവർ വരുന്നവർ സഹായിക്കുന്നു. അതൊന്നും ഒരു പരസ്യത്തിന് വേണ്ടിയില്ല, പബ്ലിസിറ്റിക്ക് വേണ്ടി ഭാവോനം ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല. പക്ഷേ ഇത് പൊതുവായിട്ടൊരു വലിയ സംരംഭം ഇവിടെ തുടങ്ങുകയാണ്. അതിൽ നിരവധി പ്രവർത്തനങ്ങൾ, കിടരോഗികളെ സഹായിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളികളാകുമ്പോൾ ഈ നാടിന് മറ്റൊരു പേര് കൂടി എഴുതി ചേർക്കപ്പെടുകയാണ് എന്നുള്ളതാണ് വസ്തുത. നിർധന്നരായ 100 വിദ്യാർത്ഥിനികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി LB മായാദേവിയും ശ്രീ പ്രദീപ് നാരായൺ എന്നിവരും നിർവഹിച്ചു. തുടർന്ന് ആശംസകൾ അർപ്പിച്ചത് വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ L ധന്യ, ആര്യനാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി R പ്രസന്നകുമാരി, പുനലാൽ വാർഡ് മെമ്പർ ശ്രീ വിനോദ്, ഉറേക്കോട് വാർഡ് മെമ്പർ ശ്രീ സന്തോഷ് കുമാർ, കാർത്തികേയൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ശ്രീ KK രതീഷ്, ഡെൽവു ഡയറക്ടർ ശ്രീ ഡിബിൻ CS, സാംസ്കാരിക സാഹിത്യ ചെയർമാൻ ശ്രീ സത്യദാസ്, പോണടത്തുകുഴി പീപ്പിൾസ് ഗ്രൂപ്പ് പ്രസിഡന്റ് ശ്രീ സെൽവരാജ്, സമത ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീ ജോൺദാസ്, കെയർ ഹക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, കെയർ ഹക്ക് രക്ഷാധികാരി ശ്രീ ലൈലാദാസ് കൃതജ്ഞത രേഖപ്പെടുത്തി.